2026 കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും. കാരണം തുടർച്ചയായ പിണറായി ഭരണത്തിന് അറുതി വരുമോ? കേരളത്തിൽ മൂന്നാമതൊരു മുന്നണി ശക്തമായ ഇടം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. UDFിൻ്റെ വരവ് ഉണ്ടാകുമോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. പല ജില്ലകളിലും പല രീതിയിലായിരിക്കും. കാരണം LDF കേരളം ആര് ഭരിക്കുന്നു അവരോടൊപ്പമൊക്കെ ആയിരിക്കും തിരുവനന്തപുരവും കൊല്ലം ജില്ലയൊക്കെ നിൽക്കുന്നത്. എറണാകുളം ജില്ല എപ്പോഴും UDFിന് അനുകൂലമായിട്ടൊരു പച്ചത്തുരുത്തായിട്ടായിരിക്കും നിന്നിട്ടുള്ളത്. അപ്പോൾ 2026 ഏത് തരത്തിലായിരിക്കും നമ്മൾ ഒരു വിശകലനത്തിലേക്ക് പോയാൽ? ഇവിടെ നമ്മൾ ഏതൊരു തെരഞ്ഞെടുപ്പിലും സംഭവിക്കുക എന്ന് പറയുന്നത് ഈ 5 വർഷത്തിനിടയിലാണല്ലോ തെരഞ്ഞെടുപ്പ്. ഈ 5 വർഷത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ എന്തു സംഭവിച്ചു എന്നുള്ളത് 5 വർഷം കഴിഞ്ഞ് പൂർത്തിയാക്കി, അതായത് ടേം പൂർത്തിയാക്കി നടക്കുന്ന തെരഞ്ഞെടുപ്പ് വലിയ വിഷയമാകാറില്ല. ഏറ്റവും അവസാനം എന്തു സംഭവിച്ചു എന്നുള്ളതിനെ ആധാരമാക്കിക്കൊണ്ടാണോ ഈ വോട്ടിംഗ് പാറ്റേൺ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ അത് മനസ്സിലാക്കിയതുകൊണ്ട് ഏറ്റവും അവസാനം കാലഘട്ടം എത്തുമ്പോൾ ഒരു സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അത് നടത്താതിരുന്നത് അഖിലേന്ത്യാ തലത്തിൽ, ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ മാത്രമാണ്. അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ളത്, നമ്മുടെ വിദേശ നാണ്യശേഖരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അത് വമ്പിച്ച തോതിലുണ്ടായിരുന്നത് കൊണ്ടും സാമ്പത്തിക സ്ഥിതിയും GDP ഗ്രോത്തും വളരെ ഉയർന്ന നിലവാരത്തിലായതുകൊണ്ടും വേണമെങ്കിൽ ബജറ്റിൽ അത്ഭുതം കാണിച്ചുകൊണ്ട് ഫ്രീ ബീസും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും സബ്സിഡികളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും അങ്ങനൊരു ബജറ്റ്, പീപ്പിൾ ഫ്രണ്ട്ലി ബജറ്റ്, ജനപ്രിയ ബജറ്റ്, പോപ്പുലർ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ വമ്പിച്ച സീറ്റുകൾ നേടാമായിരുന്നു. പക്ഷേ അവർക്കൊരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്താണത്? 400 സീറ്റിൽ കൂടുതൽ കിട്ടും, അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ നേടാം. പക്ഷേ അങ്ങനൊരു ബജറ്റ് വരാത്തതുകൊണ്ടും ബജറ്റിൽ വലിയ മാറ്റങ്ങളില്ലാത്തതുകൊണ്ടും വലിയ തിരിച്ചടി അവർക്ക് നേരിട്ടു. ഫാക്ടേഴ്സിൽ ഒന്ന് മാത്രം അവർ വലിയ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ പറ്റാഞ്ഞതിൻ്റെ കാരണങ്ങൾ ഒന്ന് മാത്രം ഞാൻ പറയും. കാരണം അവസാനം വന്നൊരു മിറാക്കിൾ അവർ സംഭവിപ്പിച്ചില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഏതാണ്ട് പരാജയത്തോളം എത്തുന്ന ഒരു വിജയത്തിലേക്ക്, അങ്ങനെയാണ് ഇപ്പോൾ ആ ഗവൺമെൻറ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ രണ്ടായിട്ട് തിരിക്കണം. ഒന്ന്, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അപവാദം പുറത്തു വരുന്നതിന് മുമ്പുള്ള സമയം, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഷുവർ വിജയമായിരുന്നു UDFന്. അടപടല പിണക്കങ്ങളും അതുപോലെ തന്നെ പാളയത്തിൽ പടയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത അംഗീകരിച്ചാൽ തന്നെ ഭരണവിരുദ്ധ വികാര തരംഗത്തിൽ സുഖമായിട്ട് ജയിക്കാവുന്ന ഒരു ഇക്കോസിസ്റ്റവും ആംബിയൻസും ഒക്കെയാണ് കേരളത്തിൽ രൂപപ്പെട്ടിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു, വയനാട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് മുസ്ലിം ലീഗിൻ്റെ ശക്തി പ്രകടനമായിരുന്നുവെങ്കിൽ വൻതോതിൽ രാഹുലിനെ ജയിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് വന്ന പ്രിയങ്ക ഗാന്ധി ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് ഏറ്റവും അവസാനം നിലമ്പൂരിലും വലിയ PV അൻവർ വന്ന് അവിടെ ചവിട്ടി മെതിച്ചിട്ട കാലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി CPMനെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ചു വന്ന അങ്ങനെ വലിയൊരു ഖ്യാതി നേടി നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ജനപിന്തുണ തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ച സന്ദർഭമാണ്. പക്ഷേ അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ ചില ഐക്യമില്ലായ്മയുടെ ഐക്യവിരുദ്ധ ഫോഴ്സുകൾ, അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾ അവിടെ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നുമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സൗന്ദര്യ പിണക്കങ്ങൾ, VD സതീശനായി ഉള്ളാവുന്ന അദ്ദേഹം അതിന് നേരെ കണ്ടിക്കുന്ന രീതിയിൽ കൗണ്ടറുകളുമായിട്ട് രമേശ് ചെന്നിത്തല. വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയം നമുക്കില്ല. പിന്നെ ശശി തരൂരിനെ ഒരു കാൻഡിഡേറ്റായിട്ട് അവതരിപ്പിക്കുന്നു, സുധാകരനെ മാറ്റിക്കൊണ്ട് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നു, അതുപോലെ ലേസൺ കമ്മിറ്റി, അവരുടെ ഐക്യമുന്നണിയുടെ ലേസൺ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് അടൂർ പ്രകാശിനെ കൊണ്ടുവരുന്നു.
ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ആ ഒരു യാഥാർത്ഥ്യത്തോട് നിരക്കുവായിരുന്നു. അടൂർ പ്രകാശിനെ നേരെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും മറിച്ച് സണ്ണി ജോസഫിനെ ഇവിടെ ഇരിക്കാൻ ഈ യോഗ്യതയൊക്കെ മതി, സണ്ണി ജോസഫിനെ ഈ ഇവരുടെ ലൈസൺ കമ്മിറ്റിയുടെ കൺവീനറാക്കുകയും ചെയ്തു. VD സതീശൻ ചെയർമാനായിട്ടുണ്ടല്ലോ. ഒരു നല്ല ബാലൻസ്ഡായിട്ടുള്ള ഒരു സമീപനം. ആ ബാലൻസ്ഡ് സമീപനമില്ല. അതിൻ്റെ പരമായിട്ട് വെള്ളാപ്പള്ളി നാട് നീളെ നടന്ന് സുധാകരനെ രക്തസാക്ഷിയാക്കി എന്ന് പറഞ്ഞ് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധാകരൻ ഇതിലൊരു മറുപടിയും പറയുന്നില്ല, എന്നെ അങ്ങനെ രക്തസാക്ഷിയാക്കിയിട്ടില്ല. അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന മൗനം സ്വീകരിക്കുക. ഇൻസ്പൈറ്റ് ഓഫ് ആൾ ദീസാണ് നിലമ്പൂരിൽ അവർ ജയിച്ചത്, സമ്മതിക്കും. പക്ഷേ ഒരു പ്രബല സമുദായത്തിൻ്റെ വളരെ ദുർബലമായിട്ടുള്ളൊരു വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. മറുവശത്ത് ഇസ്ലാമിക ന്യൂനപക്ഷ സമൂഹം പ്രത്യക്ഷത്തിൽ വളരെയധികം സ്ഥാപനങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടും വ്യവസായ മേഖലയിൽ, വ്യാപാര മേഖലയിൽ, ധന സമാഹരണ രംഗത്തൊക്കെ വമ്പിച്ച ഒരു ശക്തിയായിട്ട് വളർന്നു വന്നുകൊണ്ട് ഡെമോഗ്രഫിയിൽ അവർ ഒറ്റപ്പെട്ടു നിന്ന മലപ്പുറത്തു നിന്നും പുറത്തേക്ക് കേരളത്തിലെ ആകമാന ശക്തിയായിട്ട് സമസ്ത മേഖലകളിലും അവരവരുടെ അജയ്യത സർക്കാർ ജോലികളിൽ തന്നെ നോക്കുകയോ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കോർ അതുപോലെയുള്ള മേഖലകളിൽ, കീ പോസ്റ്റുകളിൽ, കോർ ഇഷ്യൂസുകളിൽ, കോർ മേഖലകളിൽ എല്ലാം ഇപ്പോൾ ഭരണം നടക്കുന്നത് ഇസ്ലാം അവർ കുറ്റമായിട്ട് പറയുകയല്ല, അവരത്രമാത്രം ഉയർന്നു വന്നിട്ടുണ്ട്, ഉദ്ബുദ്ധരായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ അവശേഷിക്കുന്നു. നമ്മൾ പണ്ട് പരദേശി ബ്രാഹ്മണർ ഈ പോസ്റ്റുകളൊക്കെ കൈ അടക്കി വെച്ചിരുന്നപ്പോഴാണല്ലോ നമ്മുടെ നിവർത്തന പ്രക്ഷോഭവും അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളും അക്കാമച്ചറിയാൻ്റെ നേതൃത്വത്തിലുള്ള മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭവും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ആ തരത്തിലേക്ക് ഈ ഒരു വികാരം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പോകുന്നില്ലെങ്കിലും ആ തരത്തിൽ ഉള്ള ഒരു നേതൃത്വം ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുമ്പോഴും ഇവിടെ ഈഴവർക്ക് അങ്ങനെയുള്ള കീ പോസ്റ്റുകളൊന്നുമില്ല. പാർട്ടികളിൽ മന്ത്രിമാർ വഴിയാണല്ലോ പ്രാതിനിധ്യം വെളിവാക്കുന്നത്, എന്തെങ്കിലും അധികാര ശക്തി ഉണ്ടാകും, അതില്ല. സ്ഥാപനങ്ങളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറത്തൊന്നുപോലുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. കൊല്ലത്താകപ്പാടെ ശങ്കറിൻ്റെ കാലത്ത് രൂപീകരിച്ച ആ SN കോളേജ് മാത്രമാണ് അവർക്ക് അഭിമാന പതാകയായിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു വല്ലാത്തൊരു സ്ഥിതിവിശേഷം ഒരു ഭാഗത്ത് മറ്റൊരു പോവുകയും ചെയ്തു. എപ്പോഴും ഒരു വൈവിധ്യമുള്ള ഒരു സമൂഹത്തിൽ ഈ ചിന്തകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ടാണല്ലോ മണിപ്പൂരിൽ കലാപം ഉണ്ടായത്. മെയ്തി ഗോത്രവർഗ്ഗക്കാർ തമ്മിലും അവിടുത്തെ താഴ്വരയിൽ താമസിക്കുന്നവർ തമ്മിലുള്ള കലാപം ഉണ്ടായത്. കുക്കു മലകളിൽ താമസിക്കുന്നതും മെയ്തി താഴ്വരകളിൽ താമസിക്കുന്നവരും. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും ഒക്കെ വലിയൊരു പൊളിറ്റിക്സാണ്. അത് പ്രബലമായിട്ട് നിൽക്കുക. അപ്പോൾ ഈഴവ സമൂഹത്തിൻ്റെ വോട്ടിപ്പോൾ കൂടുതലും പോകുന്നു CPM-നും CPI-ക്കും തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കി ഇനി അത് BDJS-ലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്നുള്ളൊരു രാഷ്ട്രീയം നിലനിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ ഈ ഇഷ്യൂസിൽ ഇപ്പോൾ ഇനി വരാം, ഏതെങ്കിലും ഇഷ്യൂസൊക്കെ വന്നിട്ട് ഇതിനെയൊക്കെ മാറ്റിമറിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിച്ച ആ തേൻ കിണി പെട്ടുപോയ സംഭവം അത് വലിയൊരു സെൻസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയൊരു സെൻസേഷൻ. മറ്റെല്ലാം മറന്നുകൊണ്ട് മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പുറകെ രാഹുൽ നടത്തിയ വേട്ടയ്ക്കെതിരായിട്ട് ഉള്ള ഒരു വേട്ട തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്തായതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തും. കുറച്ചൊന്നും അല്ലാത്ത ഒരു സ്വാധീനം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിലൊക്കെ വളരെ നിരാശരും അതുപോലെ തന്നെ അസന്തുഷ്ടരുമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി. ആ മുസ്ലിം ലീഗ് എന്ന കക്ഷി ഒരു പക്ഷേ നിലപാട് മാറിക്കൊണ്ട് അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്വീകരിച്ചതുപോലെ വലത്തോട്ട് ഒരു അല്പം ഒന്നും മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗെയിം ചേഞ്ചറായിട്ട് അത് വരും. UDF-ന് ഇപ്പോഴുള്ള വിജയസാധ്യത എന്ന് പറയുന്നത് ഇല്ലാതാവുകയും ചെയ്യും. നാണംകെട്ട ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫോളോ അപ്പും കൂടെ നമ്മൾ നോക്കണം. വാട്ട് ഈസ് നെക്സ്റ്റ് സംഭവിക്കുന്നത്? കോൺഗ്രസിന് പിന്നിൽ ഒരു തിരിച്ചു വരവ് നടത്താൻ പറ്റില്ല. പിണറായി വിജയൻ ഒരു ടേം കൂടി പൂർത്തിയാക്കുകയാണെങ്കിൽ വമ്പിച്ച ഈ ആൻറ്റി ഇൻകുംബൻസി തരംഗം ഉണ്ടാവും. ആ തരംഗം അനുകൂലിക്കുന്നത്, ആ തരംഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് BJP-യുടെ മുന്നേറ്റമായിരിക്കും. 35 സീറ്റെങ്കിലും എന്നുള്ള സ്ഥിതിയിലേക്ക് അവരുടെ കൺസിസ്റ്റൻ്റായിട്ടുള്ള ഗ്രോത്ത് ഉയർന്നു വരാനുള്ള സാധ്യത അവിടെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതാണ് സംഭവിക്കുക. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അപജയവും മറുവശത്ത് BJP-യുടെ
ഉദയവും BJPയുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖത സ്ഥാനത്തേക്കുള്ള വളർച്ചയുമായിരിക്കും ഉണ്ടാവുകയെന്ന് വിശ്വസിക്കാം. നമ്മളീ പറയുന്നത് നമ്മൾ അട്ടിമറികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി എന്തും സംഭവിക്കാം, രാഷ്ട്രീയമല്ലേ, അല്ലെ എന്തും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കുന്ന നമ്മുടെ ഇപ്പം ചർച്ച ചെയ്യുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ഏകദേശം ഒരു കോമൺ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് മാത്രം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.